ഓക്കെ, കുഞ്ഞുങ്ങളെ, നമുക്ക് ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അടുത്ത സെഷനകത്ത് നമുക്ക് എടുക്കാൻ പോകുന്നത്. ഞാൻ അത് എടുക്കാതെ ഞാൻ മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ എടുക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ഇന്നലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന പോലെ, അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ മാഗ്നറ്റിക് ഫീൽഡിന് തിരിച്ച് കറണ്ട് ഉണ്ടാക്കാനുള്ള പറ്റും. എങ്ങനെയാണ്? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് തിരിച്ച് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റ് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പം ഒരു കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിനകത്ത് അതിനകത്ത് ഡയറക്റ്റ് കോണ്ടാക്ട് കൊടുക്കാതെ തന്നെ അതിനകത്ത് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ തിയറി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മോഷണൽ ഇ എം എഫ് നമുക്ക് എല്ലാം ഇ എം എഫിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഉദാഹരണം ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് ഇതൊരു കണ്ടക്ടറാണ്, ഇതൊരു മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇതൊരു കണ്ടക്ടറാണ്, ഇതൊരു ബാർ മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. ബാർ മാഗ്നറ്റിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് ഇരിക്കുന്നത്. ബാർ മാഗ്നറ്റ് അടുത്തോട്ട് വരുന്തോറും ഇതിന്റെ അതായത് ഈ ബാർ മാഗ്നറ്റിന്റെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഇതിലോട്ട് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കറണ്ട് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്താലും ഇതിനകത്ത് കറണ്ട് ജനറേറ്റ് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്താലും കറണ്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ ടച്ച് ചെയ്യാതെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സഹായത്തോടു കൂടി, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സഹായത്തോടു കൂടി ഈ കണ്ടക്ടറിനകത്ത് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുവാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്താ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുക എന്ന് പറയത്തില്ല, ഇൻഡ്യൂസ് ചെയ്യുക. അതായത് പഠിക്കാൻ വേണ്ടി ചിലപ്പം മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ അമ്മമാരൊക്കെ ആണെങ്കിൽ ഇപ്പം അച്ഛന്മാര് ഒന്നും വഴക്കൊന്നും പറയത്തില്ല. അമ്മമാരാണെങ്കിൽ ഭയങ്കരമായിട്ട് എപ്പോഴും പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ബുദ്ധിമുട്ടാണ്. അവര് പൈസ മുടക്കി പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് കുറയുമ്പോൾ അവരുടെ ചങ്കിടിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത്. എന്നാലും അതൊരു ഇൻഡക്ഷനാണ്, ഇൻഡ്യൂസ് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടേം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇ എം എഫ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ തന്നെയാണ്. നമുക്കറിയാം, പൊട്ടൻഷ്യൽ കൊടുത്താൽ മാത്രമേ ചാർജ് ഫ്ലോ ചെയ്ത് കറണ്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ടെക്നിക്കൽ ടേമിന് പകരം നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് ഒരു കണ്ടക്ടറിനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ കണ്ടക്ടറിനകത്ത് കറണ്ട് ഉണ്ടാകും എന്നുള്ളത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും എന്നുള്ളതിന്റെ ചെറിയൊരു ഡെറിവേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഓർത്തോണം, ഇതെല്ലാം 3 ഡയമെൻഷണൽ കൺസെപ്റ്റിൽ നിങ്ങൾ ചിന്തിച്ചാലേ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ. 3 ഡയമെൻഷണൽ കൺസെപ്റ്റിൽ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം നമ്മള് മോഷണൽ ഇ എം എഫ് എന്ന് നിങ്ങളൊന്ന് ഹെഡിങ് എഴുതുക. മോഷണൽ ഇ എം എഫ്. ഓക്കെ, ഞാൻ ഒരു ഇൻറ്റു ദ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാണ്. ഇൻറ്റു ദ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നു. അതിനകത്തോട്ട് ഞാനൊരു റെക്റ്റാങ്കുലർ കണ്ടക്ടറിനെ ഞാൻ കൊണ്ടുവെക്കാൻ പോവാണ്. റെക്റ്റാങ്കുലർ കണ്ടക്ടർ. അതിന് 4 ആം ഉണ്ട്. അതിൽ ഒരു ആം എന്താണെന്നറിയാമോ? മൂവബിൾ ആണ്. ഒരു ആം എന്ന് പറയുന്നത്, ഈ ആം എന്ന് പറയുന്നത് മൂവബിൾ ആണ്. ഓർത്തോണം. അതായത് നമ്മൾ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ കോയില് ഞാൻ അതിനകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിന്റെ ഈ പി എസ് എന്ന് പറയുന്ന ആ സൈഡിലുള്ള ആ ഒരു ആം മൂവബിൾ ആണ്. അതിനെ ഞാൻ എം എന്നങ്ങ് എടുക്കുകയാണ്. അതായത് ആ മൂവ് ചെയ്യുന്ന ആ ആമിനെ ഞാൻ എം എന്നങ്ങ് എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇത് 3 ഡയമെൻഷനൽ ആയിട്ട് വരയ്ക്കും. ഞാൻ ഈ ക്യൂബിന്റെ സഹായത്തോടു കൂടി വരച്ച് കാണിക്കാം. നിങ്ങൾ നോക്കിക്കോ. ഇതാണല്ലോ ഒരു ക്യൂബ്. ഇൻറ്റു ദ പ്ലെയിൻ. ഇവിടെ ഇൻറ്റു ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കടന്നു പോകുന്നതെന്ന് അർത്ഥം. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് ഞാൻ ഒരു റെക്റ്റാങ്കുലർ കോയിലിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടോ? ഇങ്ങനെ വെച്ചിരിക്കുക റെക്റ്റാങ്കുലർ കോയിലിനെ. ഇത് ക്യൂ എന്ന് പറയുന്ന സൈഡ്, ഇത് പി എന്ന് പറയുന്ന സൈഡ്, ഇത് ആർ എന്ന് പറയുന്ന സൈഡ്, ഇത് എസ് എന്ന് പറയുന്ന സൈഡ്. ഈ ആം മൂവബിൾ ആണ്. ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് 3 ഡയമെൻഷണൽ ഫിഗർ ഇരിക്കുന്നത്. ഇത് നമ്മളിപ്പോ 2 ഡയമെൻഷനിലാണ് വരച്ചിരിക്കുന്നത്.
3 ഡയമെൻഷനിൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ക്യൂബിന്റെ സഹായത്തോടു കൂടി അത് പറഞ്ഞുതരാം. ഇതൊരു ക്യൂബാന്ന് വിചാരിക്കുക. ഇതൊരു ക്യൂബാണ്. ക്യൂബ് വരയ്ക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല, 3 ഡയമെൻഷനിലാന്ന് കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ക്യൂബിന്റെ ഇതൊന്നും വരയ്ക്കല്ലേ കേട്ടോ, ഒന്നും വരയ്ക്കല്ലേ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഈ ക്യൂബിന്റെ ഈ ഫേസിൽ നിങ്ങൾ എന്തിടുക, നിങ്ങൾ ഇൻറ്റു വിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അതിനർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നിട്ട് ഇതിനകത്തൂടെ തന്നെ ഇങ്ങോട്ടേക്ക് കയറി പോകുന്നതാണ്. ശരിയല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കയറി പോകുന്നതാണ്. അപ്പം ഇതിനെ ഈ ക്യൂബിന്റെ ഈ സൈഡിനെ വേണമെങ്കിൽ റെക്ടാങ്കുലർ ലൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തു, പ്രശ്നമില്ല. കണ്ടോ, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കുന്നത്. ശരിയല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടായി ലൂപ്പ് ഇരിക്കുന്നത്, റെക്ടാങ്കുലർ ലൂപ്പ്. അത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്. ഇതിന്റെ ഈ ആം എന്ന് പറയുന്നത് മൂവബിളാ. ഇവിടെ ഉള്ളത് അത് എം എൻ ആണ്, എം എൻ ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. ഇത് മൂവബിളാ, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? നമ്മൾ ഇന്നലെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു മാഗ്നറ്റിക് ഫീൽഡിന്റെ. ഇന്നലെ വൈകിട്ട് ഓൺലൈൻ ക്ലാസ്സിന് കയറാത്തവര് ആ ക്ലാസ് കണ്ടില്ലെങ്കിൽ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇന്നലെ പ്രത്യേകം ആ വോയിസും ഒക്കെ ഇട്ടാണ്, നിങ്ങളിത് കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിത് കണ്ടില്ലെങ്കിൽ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇന്നലെ വൈകിട്ട് ഓൺലൈൻ ക്ലാസ് വെച്ചപ്പോൾ പല ആൾക്കാരും ആ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. അത് എന്തുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടിന്യൂഷൻ ആണ് ചാപ്റ്റർ. അടുത്ത AC കറണ്ട് വരെ കണ്ടിന്യൂഷൻ, ഒറ്റ സ്ട്രെച്ചിൽ പോകേണ്ട ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ മാഗ്നറ്റിക് ഫ്ലക്സിന് പുതിയൊരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ കഴിഞ്ഞ അതായത് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക് പഠിച്ചത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ കോസ് തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചതെങ്കിൽ, ഈ ചാപ്റ്ററിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ പഠിക്കാൻ പോകുന്നത് ബി എ കോസ് തീറ്റ എന്നാണ്. അതായത് ഏരിയ, നമ്മളിത് ആംബീരിയൻ ലൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ ചാപ്റ്ററിനകത്ത് പഠിച്ചതെങ്കിൽ, ഇവിടെ നമ്മളൊരു സർഫസ് ഏരിയ കൂടെ കടന്നു പോകുന്ന, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഒക്കെ പഠിച്ച പോലെ, ഇലക്ട്രിക് ഫ്ലക്സ് എന്താ, ഫൈ ഈസ് ഈക്വൽ ടു ഇ എസ് അല്ലെ, നമ്മൾ ഇ എസ് കോസ് തീറ്റ എന്നാണ് പഠിച്ചത്. സർഫസ് ഏരിയ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പഠിച്ചത്. അതിന്റെ കൺസെപ്റ്റിൽ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിനെ പഠിക്കാൻ പോവാം. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ ഏരിയ വെക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ ഹലോ, ഓക്കെ. അപ്പം നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇത് കൺസിഡർ ചെയ്യാണ്. ഇതിന്റെ ഈ ആ മൂവബിൾ ആണ്, ഈ ആ മൂവബിൾ ആണ് കാണിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പിസ്റ്റൺ പോലെ വരയ്ക്കാം. അപ്പൊ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ? ഇതിന്റെ ഇവിടത്തെ അളവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ തന്നെ ഈ അളവ് എന്ന് പറയുന്നത് L ആയിട്ടും, ഈ മൊത്തം അളവിനെ ഞാൻ എന്തായിട്ട് എടുക്കാൻ പോകുന്നറിയോ, X ആയിട്ടും എടുക്കാൻ പോവാണ്. അത് നിങ്ങളും അവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ വെലോസിറ്റി ഞാൻ V ആയിട്ട് എടുക്കാൻ പോവാണ്. ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള ഇതിന്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ V ആയിട്ട് എടുക്കാനായിട്ട് പോവാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് എങ്ങനെയായിരിക്കുന്നതെന്നൊക്കെ അറിയാലോ. ഈ ലൂപ്പ് 3 ഡയമെൻഷണൽ പടം വരയ്ക്കുവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നതെങ്കിൽ അതിന് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ ആയിരിക്കുന്നത്, നമ്മുടെ ഈ റെക്ടാങ്കുലർ ലൂപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇതിനകത്തൂടെ കടന്നു പോകും, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്നത്. അതിനെ പരത്തി വരച്ചിരിക്കുകയാണ് ഞാനിവിടെ, 2 ഡയമെൻഷനൽ ആയിട്ട് വരച്ചിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഇനി ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതണം, ഈ കാര്യങ്ങൾ എഴുതണം. അപ്പൊ ആദ്യം എഴുതേണ്ടത്, when a conductor moving perpendicular to the uniform magnetic field and EMF is developed in it. That EMF is known as motional EMF. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ ഈ ലൂപ്പിന്റെ ഈ ഇങ്ങോട്ടോ ഒക്കെ നീക്കുന്ന സമയത്ത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നു. അതെങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത്? ഇത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് അകത്തല്ലേ ഇരിക്കുന്നത്, ഇവിടെ ചേഞ്ച് ഒന്നുമില്ലല്ലോ, കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ എന്ന്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതാണ്, ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ എന്നാണ്. ഈ ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബി ചേഞ്ച് ചെയ്താലും മതി, എ ചേഞ്ച് ചെയ്താലും മതി. ഇവിടെ നോക്കി, ഇപ്പം ഇത് ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയുമാണ്. എന്നാൽ ഇത് നീക്കി ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഏരിയ ഇത്രയുമേ ഉള്ളൂ. കണ്ടോ? അപ്പൊ ഏരിയ ചേഞ്ച് ചെയ്തു അടുത്തോട്ട് നീക്കുമ്പോൾ, ഏരിയ ചേഞ്ച് ചെയ്താലും എന്ത് ചേഞ്ച് ചെയ്യും?
ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമെന്നാണ് പഠിച്ചിട്ടുള്ളത്. ഏരിയ ചേഞ്ച് ചെയ്താലും ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അത് അങ്ങനെയും ഒരു കാര്യമുണ്ട്. ഏരിയ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം ഇത് പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഈ മോളിൽ ആ വരച്ചിരിക്കുന്ന കാര്യം ഒന്ന് തിയറിറ്റിക്കലി എഴുതാൻ പോവാണ്. കൺസിഡർ 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 a rectangular loop PQRS to which a piston Mn is provided and is placed perpendicular to a uniform magnetic field. When we apply force on the piston, it move inwards. Then there will be a change in flux. Change in flux. Due to this change in flux, there will be an induced EMF. There will be an induced EMF and induced current. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോണം. നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. മോഷണൽ EMFന്റെ ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ 3 ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിന്റെ ഈ ആം എന്ന് പറയുന്നത് മൂവബിൾ ആണ്, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഈ ആം മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുമ്പോൾ ഇത്രയാണ് ഏരിയ, എന്നാൽ ആ ഏരിയ ആയിരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന സമയത്ത്, അല്ലേ? അപ്പൊ ഏരിയ ചേഞ്ച് ഉണ്ടായാലും അവിടെ എന്താ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതാണ്. Phi = BA cos theta എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഏരിയ കുറഞ്ഞാലും അല്ലെ കൂടിയാലും മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ മതി EMF ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ഡെറിവേഷൻ കാണാൻ പോവാണ്. we have phi = B dot A, vector B dot A. അവിടെ നിന്ന് phi = BA cos theta ആണ്. അവിടെ നിന്ന് നമുക്കറിയാം, നോക്കിയേ ഇതിന്റെ തീറ്റ എങ്ങനെ വരുന്നത് നോക്കിയേ. ഇവിടെ എല്ലാം നോക്കിയേ, ഞാൻ ഈ പടം ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ ലൂപ്പ്. മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കടന്നു പോകുന്നത്, അല്ലേ? അപ്പം ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ തീറ്റ എന്താ? തീറ്റ 0 ആണ്. ശരിയല്ലേ? അപ്പൊ cos 0 എന്തെന്ന് വരും? cos 0 1 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ഫ്ലക്സ് കിട്ടും. അപ്പൊ phi മാക്സിമം എന്ന് പറയുന്നത് നമുക്കറിയാം, തീറ്റ 0 ആയതുകൊണ്ട് cos 0 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് മാക്സിമം കിട്ടും. BA × 1 കിട്ടി. അപ്പൊ phi max എന്ന് പറഞ്ഞാൽ എന്താ? BA ആണ്. B × A ആണ്. ഓക്കെ ആണോ? അതവിടെ കിടക്കട്ടെ. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, E = -d∅dt. അപ്പം ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ഞാൻ ഈ ഫൈക്ക് പകരം ആ മണ്ടക്കത്തെ ഫൈയുടെ വാല്യൂ എടുക്കാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1 in 2. അപ്പൊ നമുക്ക് EMF എന്ത് കിട്ടും? EMF = -d/dt of BA എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ഇത്രയും ചെയ്തു, അല്ലേ?
ഏരിയ എടുക്കണം. ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നിങ്ങൾ ഈ പടത്തിലോട്ട് തന്നെ ഒന്ന് തിരിച്ചു വന്നേ. ഈ പടത്തിലോട്ട് ഒന്ന് തിരിച്ചു വന്നേ. നമ്മള് ഇതിനെ മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് നീക്കുന്നില്ല, വളരെ ചെറിയ ഡിസ്റ്റൻസേ നീക്കുന്നുള്ളൂ. നമുക്കറിയാം ഫിസിക്സിൽ ചെറിയ ഡിസ്റ്റൻസിനെ നമ്മൾ ഡി വെച്ച് ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് നീക്കുവാണ്, അതായത് എക്സിന് ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ്, അതിനകത്ത് ചെറിയ ഡിസ്റ്റൻസ് നീക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡി എക്സ് ഡിസ്റ്റൻസ് മാത്രമായിരിക്കും. അതായത് ഇത്രയും നീക്കിയത് ഡി എക്സ് ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഡി എക്സ് ഏരിയ നീക്കി ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും ലെങ്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഇത്രയും ലെങ്ത്, അതാണ് അവിടുത്തെ ഏരിയ. ശരിയല്ലേ? അപ്പൊ എൽ ഇൻറ്റു ഡി എക്സ് ആയിരിക്കും ആ നീക്കിയ ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ അത് സൈഡിലോട്ട് എഴുതുകയാണ്. ഏരിയ ഓഫ് മൂവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ലെങ്ത് ഇൻറ്റു നമുക്ക് എന്താ എടുക്കാം, ഡി എക്സ് എന്ന് എടുക്കാം. ശരിയല്ലേ? അപ്പൊ നമ്മൾ അത് അത് കണ്ട് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി ബി ഇൻറ്റു എൽ ഇൻറ്റു ഡി എക്സ് എന്ന് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ഡി. ഓക്കെ ആണോ? മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എക്സ്റ്റേണൽ കൊടുത്തിരിക്കുന്ന യൂണിഫോം ആണ്, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലെങ്തിനും വ്യത്യാസം ഉണ്ടാകത്തില്ല. ആകെ വ്യത്യാസം വരുന്ന എക്സിലാണ്, ഡി എക്സിലാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ നമുക്ക് ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ബി പുറത്തെടുത്തു, എല്ലും പുറത്തെടുത്തു, ഡി പിന്നെ ഡി ഡി എന്ന് വരേണ്ട ആവശ്യമില്ല, ഒരെണ്ണം അങ്ങ് എഴുതിയാൽ മതി. അപ്പം എൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതുകയാണ്. നമുക്കറിയാം ചേഞ്ചിങ് പൊസിഷൻ ബൈ ടൈം അല്ലേ? ചേഞ്ചിങ് പൊസിഷൻ ബൈ ടൈം എന്ന് പറയുമ്പോൾ എന്താ, വെലോസിറ്റി അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ താഴോട്ട് ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ബി എൽ, വി ആ വെലോസിറ്റിയാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഞാന് ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് നീക്കുവാണ്, ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് നീക്കുവാണ്. അപ്പൊ ഇതിന്റെ ഏരിയ കുറഞ്ഞു വരുവാണ്. ഏരിയ കുറഞ്ഞു വരുമ്പം വെലോസിറ്റിയെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം എന്നുള്ള കാര്യം എപ്പോഴും ആലോചിക്കണം. അതിന് വേറെ കുറെ കൺസെപ്റ്റ് ഉണ്ട്, പക്ഷെ അതൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ ഏരിയ കുറയുമ്പോൾ വി നെഗറ്റീവ് ആയിട്ടും ഏരിയ കൂടുമ്പോൾ തിരിച്ച് നീക്കുവാണെങ്കിൽ, തിരിച്ച് ഇങ്ങോട്ടേക്ക് നീക്കുവാണെങ്കിൽ വി പോസിറ്റീവ് ആയിട്ടും എടുക്കണം എന്നുള്ള കാര്യം ആലോചിക്കണം. പ്രത്യേകിച്ച് ആ കാര്യം അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്കിവിടെ എന്താണ്, ഇൻറ്റു നമുക്ക് എന്താണ് ഇത് കൊടുക്കാം, എന്താ മൈനസ് വി ഡിവൈഡഡ് ബൈ എന്താ, മൈനസ് വി കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഈ ഈസിക്കൽ എന്നത് വരും പോസിറ്റീവ് ബി എൽ വി ആണ്. അതായത് ഈ ഈസിക്കൽ ടു ബി എൽ വി. ഇതായിരിക്കും നമ്മുടെ ഇ എം എഫിന്റെ, മോഷണൽ ഇ എം എഫിന്റെ ഇക്വേഷൻ. ഇവിടെ ഒരു കാര്യം ആലോചിച്ചോണം, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് നെഗറ്റീവ് വി എന്നാണ് കൊടുക്കുന്നത്. അതിന്റെ കാരണം അത് എഴുതിക്കോണം, നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് x is decreasing. ഏരിയ ഡിക്രീസ്, എക്സ് ഡിക്രീസിംഗ് എന്ന് ഓർത്താൽ മതി. എക്സ് കുറയുവാണ്, മറ്റേത് എക്സ് കൂടുവാണ്. എക്സ് ഈസ് ഡിക്രീസ്. ഏരിയ കൂടുക എന്നും കുറയാന്നും അല്ല എടുക്കേണ്ടത്. നമ്മൾ ഇങ്ങോട്ട് നീക്കുമ്പോൾ എക്സ് കുറഞ്ഞു വരുവാണ്, അങ്ങോട്ട് നീക്കുമ്പോൾ എക്സ് കൂടി വരുവാണ്. അപ്പം എക്സ് ഈസ് ഡിക്രീസ്. ഇനി പിസ്റ്റൺ നിങ്ങൾ ഇങ്ങോട്ടേക്കാണ് നീക്കുന്നതെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ബി എൽ വി എന്ന് വന്നതാണ് ആൻസർ, അതിന്റെ ഇക്വേഷൻ കേട്ടോ. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്, കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊരു ഡെറിവേഷൻ ആണ് ആക്ച്വലി. സാർ ഇച്ചിരി താഴോട്ടാക്കോ? താഴോട്ടാ, ഓൾറെഡി ഇത്രേ ഉള്ളൂ, താഴോട്ടില്ല. മുകളിലോട്ടാണോ?
അല്ല ആ സെന്റൻസിന്റെ അവസാനം. സെന്റൻസ് ഇവിടെ ഓക്കെ. അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ മോഷണൽ ഇ എം എഫ് ആണ് നോക്കിയത്, ഒരു മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഇ എം എഫ്. ഇനി റൊട്ടേഷണൽ ഇ എം എഫ്, അതായത് ഒരു കണ്ടക്ടറിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുകയും ആ ചേഞ്ച് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഇ എം എഫിനെയാണ് റൊട്ടേഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയാണ്, അതിന്റെ ഡെറിവേഷൻ ആണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എഴുതിയില്ലെങ്കിൽ പറയാ കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതിക്കോ, റൊട്ടേഷണൽ ഇ എം എഫ്. Rotational EMF. When a conductor is rotating, when a conductor is rotating in a uniform magnetic field, rotational EMF, rotational EMF is developed in the conductor, in the conductor. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം. നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്നു. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് ഞാനൊരു ചെറിയ കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. ഒരു ചെറിയ കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. ഇതിന്റെ ഈ ഭാഗം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ ഭാഗം ഏബിൾ ടു മൂവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സാധനം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യത്തുള്ളൂ? ഇത് ഇതിനകത്ത് ഇങ്ങനെ റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യത്തേ ഉള്ളൂ. ശരിയല്ലേ? റൊട്ടേഷണൽ മോഷൻ അങ്ങനെ റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടക്ടറിനകത്ത് ഇ എം എഫ് ജനറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ റൊട്ടേഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് ഒരിക്കലും ഫിസിക്സിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സിന് ടോട്ടൽ ഒരിക്കലും ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല.
ഇപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എല്ലായിട്ട് അങ്ങോട്ട് എടുക്കുന്നു. അത് ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണെന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. അതേപോലെ നമുക്ക് മൊത്തം ലെങ്തിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരിക്കലും അത് പറ്റത്തില്ല. നമ്മൾ ഇതിലൊരു ചെറിയ ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. ചെറിയ ലെങ്ത് എലമെന്റ്. അപ്പം എന്നിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്ന എന്താണ് EMF കണ്ടുപിടിച്ചിട്ട് അതിനെ ടോട്ടൽ അതായത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്തിട്ടാണ് ടോട്ടൽ റൊട്ടേഷണൽ EMF കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതും വീണ്ടും ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ എഴുതണം. അപ്പം എഴുതുമ്പോൾ കൺസിഡർ എ കണ്ടക്ടർ of length consider a conductor of length L. Its one end is fixed and other end is free to rotate in uniform magnetic field with angular velocity. Rotate ചെയ്യുമ്പോൾ angular velocity ആണല്ലോ. angular velocity ഒമേഗ. അപ്പൊ നമുക്കറിയാം ഇവിടെ മോഷണൽ EMF-ൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതും ഒരു മോഷൻ തന്നെ അല്ലയോ? അത് റൊട്ടേഷന്റെ കേസിൽ പറയുന്നതുകൊണ്ടാണ് റൊട്ടേഷണൽ EMF എന്ന് പറയാം. നമുക്കറിയാം E = BLV ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫോർ സ്മോൾ അതായത് ഫോർ സ്മോൾ ലെങ്ത് ആകുമ്പോഴോ ഫോർ സ്മോൾ ലെങ്ത് ആകുമ്പോൾ EMF ചെറുതായിരിക്കും. DE = ഇങ്ങനെ എഴുതാം, BVDL എന്ന് എഴുതേണ്ടി വരും. ശരിയല്ലേ? ചെറിയ ലെങ്തിൽ ഉണ്ടാകുന്ന EMF ചെറുതായിരിക്കും. ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ടു ഫൈൻഡ് ടോട്ടൽ EMF എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് the above equation. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ DE = ഇന്റഗ്രൽ BVDL. അപ്പൊ ഇവിടെ നിന്ന് DEയുടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ E കിട്ടുന്നു, B പുറത്തിറക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. B പുറത്തിറക്കി ഇന്റഗ്രൽ VDL എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇത് ലീനിയർ വെലോസിറ്റിയാ. ഇതിപ്പോ റൊട്ടേഷനാ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റിയുടെ ടേമിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. നമ്മൾ പ്ലസ് 1 ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. V = R ഒമേഗയാണ്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ ഈ വിനെ R ഒമേഗയുടെ ടേംസിലോട്ട് മാറ്റാം. പക്ഷെ ഇവിടെ ഇത് R റേഡിയസ് ആണ്. പക്ഷെ ഇവിടുത്തെ റേഡിയസ് ഞാൻ L ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ V = L ഒമേഗ എന്നാക്കാം. അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, E = B × ഇന്റഗ്രൽ എന്താ L ഒമേഗ DL എന്ന് വരുന്നു. ഒമേഗ ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഒമേഗയും കൂടെ പുറത്തിറക്കി E = B ഒമേഗ ഇന്റഗ്രൽ L DL എന്ന് വരും. നമുക്കറിയാം ഇന്റഗ്രൽ x dx x²/2 ആണെങ്കിൽ ഇന്റഗ്രൽ L DL എന്ന് പറയുമ്പോൾ L²/2 ആണ്. അപ്പോൾ E = B ഒമേഗ L²/2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൊട്ടേഷണൽ EMFന്റെ ഫൈനൽ ഇക്വേഷൻ ½ B ഒമേഗ L² എന്നായിരിക്കും. മറ്റേത് BLVയും ഇത് B ഒമേഗ L². ഇതായിരിക്കും റൊട്ടേഷൻ. So, you show me the statement about the figure, rotation EMF. No, sir.
one with the blackened. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് വരാം. അടുത്ത ടോപ്പിക് എഴുതിക്കോ. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് എനർജി കൺസിഡറേഷൻ എഴുതിക്കോ. ഹെഡിങ് എഴുതിക്കോ, എനർജി കൺസിഡറേഷൻ. എനർജി കൺസിഡറേഷൻ. എ ക്വാണ്ടിറ്റേറ്റീവ്, ഒരു ഹൈഫൻ ഇട്ടിട്ട്, എ ക്വാണ്ടിറ്റേറ്റീവ് തിയറി. അപ്പൊ നമ്മൾ നേരത്തെ ആ കേസ് ഒന്നുകൂടെ തന്നെ വരികയാണ്. ഏതാണെന്ന് അറിയാം, മോഷണൽ EMFന്റെ കേസ് ഒന്നുകൂടെ വരികയാണ്. നമ്മളൊരു റെക്ടാങ്കുലർ ലൂപ്പ്, ഒരു ആം മൂവബിൾ ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ലൂപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ്. ഇതിന്റെ ഒരു ആം മൂവബിൾ ആണ്, ഒരു ആം മൂവബിൾ ആയിട്ട് നമ്മൾ വരച്ചു. ഒരു ആം മൂവബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇത് ഇങ്ങോട്ട്, ഇത് പിസ്റ്റനിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം വിത്ത് വെലോസിറ്റി v. ഇതിന്റെ ലെങ്ത് നമുക്കറിയാം L ആണ്. ഇതിന്റെ മൊത്തം ശരിക്കും ലെങ്ത് ഇതാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മളെ ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ x ആക്കിയതാണ്, ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത് x ആയിട്ട് എടുത്തു, ഇത് L ആയിട്ട് എടുത്തു. ഓക്കെ, നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒന്ന്, അതായത് നമുക്ക് മനസ്സിലായി ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ടാവുമല്ലോ. നമ്മൾ EMFന്റെ ഇക്വേഷൻ ആണ് BLV എന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് അവിടുത്തെ കറണ്ടിന്റെ ഇക്വേഷൻ എന്താ, I യുടെ ഇക്വേഷൻ എന്താ കണ്ടുപിടിക്കണം. I ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ഇത് മൂവ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഫോഴ്സ് ഉണ്ടാവും എന്തായാലും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, അത് കണ്ടുപിടിക്കണം. അപ്പം ഫോഴ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വർക്ക് ഡൺ ഉണ്ട്. വർക്ക് ഡൺ ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഒരു പവർ ഉണ്ട്. അപ്പൊ ആ പവറിന്റെ ഇക്വേഷൻ എന്താ. ഇത് മൂന്നുമാണ് ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഈ മൂവ് ചെയ്യുന്ന ആ ആം MN എന്ന് പറയുന്ന ആമിന്റെ റെസിസ്റ്റൻസ് മാത്രമേ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കി ഈ ആമുണ്ട്, ഈ ആമുണ്ട്, ഈ ആമുണ്ട്, ഈ മൂന്ന് ആമിന്റെ റെസിസ്റ്റൻസ് ഞാൻ നെഗ്ലക്ട് ചെയ്ത് കളയാണ്. ആദ്യം അത് മനസ്സിലാക്കണം. എന്നിട്ട് ചെറിയ ഈ മൂവ് ചെയ്യുന്ന ഇതിന്റെ റെസിസ്റ്റൻസിനെ സ്മോൾ ലെറ്റർ R വെച്ചിട്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം അത് എഴുതാം. ലെറ്റ് സ്മോൾ ലെറ്റർ R be the resistance. നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ റെസിസ്റ്റൻസ് വേണമല്ലോ എന്തായാലും. റെസിസ്റ്റൻസ് of the conductor, resistance of the conductor P. Then current through the loop is given by നമുക്കറിയാം I is equal to നമുക്കറിയാം V by R ആണ്. ശരിയല്ലേ? ഓംസ് ലോ വെച്ചിട്ട് ആണോ? ഓംസ് ലോ വെച്ചിട്ട് അല്ലെ? ഇവിടത്തെ കേസിൽ I is equal to V എന്ന് പറഞ്ഞാൽ V അല്ല, ഇവിടെ EMF ആണ്, സ്മോൾ e. R എന്ന് പറയുമ്പോൾ മൊത്തം R അല്ല, നമുക്കവിടെ ചെറിയ R ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, മറ്റേ നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു.
നമുക്കറിയാം മോഷണൽ EMF ആണ് അവിടെ ഉണ്ടാകുന്നത്. അതിന്റെ ഇക്വേഷൻ BLV ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിക്കോണം. ഡിവൈഡ് ബൈ R. ഇതായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതേ ഇപ്പം ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതിയെ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ഇതിന്റെ മോഷൻ ഇങ്ങനെ, അപ്പൊ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ല, റൈറ്റ് ഹാൻഡ് റൂൾ. ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി റൈറ്റ് ഹാൻഡ് റൂൾ. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത് പറഞ്ഞുതരാം. തൽക്കാലം ഇത് ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്കറിയാം ഇതുവഴി കറണ്ട് ഒഴുകുന്നുണ്ട്. ആ കറണ്ട് ഒഴുകുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഒരു കണ്ടക്ടർ ഉള്ളത്. ആ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് ഒഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പിന്നെ അല്ലാതെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞായിരുന്നു ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ബിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ F = Q × V × B എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണമല്ലോ. അപ്പം ഇങ്ങനെ എഴുതാം. due to presence of magnetic field, there will be a force on Mn, force on Mn. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് നമുക്കറിയാം F = എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? I × L × B എന്നാണ് പഠിച്ചിട്ടുള്ളത്. ശരിയല്ലേ? അതായത് F = സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ BIL sin θ. θ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലിന്റെയും ബിയുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ ആണ്. അപ്പം L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ലെങ്ത് ഇല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ 90 ഡിഗ്രി ആണ് ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ, ഇവിടെ θ 90 ആണ്. അതേപോലെ sin 90 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ F = BIL വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ I യുടെ വാല്യൂ മുകളിൽ കിടപ്പുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. F = therefore F = B × I യുടെ വാല്യൂ എന്താ? BLV / സ്മോൾ r ആണ്. ഇൻറ്റു എന്താണ്? L ആണ്. അങ്ങനെയാണ് നമുക്ക് F = B² L² V / എന്താ? R എന്ന് എഴുതാം. ശരിയല്ലേ? ഇത് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇനി പവർ കണ്ടുപിടിക്കണം. പവർ = നമ്മൾ പഠിച്ചിട്ടുണ്ട്, +1 വർക്ക് എനർജി തിയറത്തിനകത്ത് പഠിച്ചിട്ടുണ്ട്. We have power = force × velocity. നമുക്കറിയാം പവർ = ഫോഴ്സ്. ഇപ്പൊ നമുക്ക് കിട്ടി B² L² V² / R B² L² V / R ഇൻറ്റു എന്താന്ന് വരുന്നു? മറ്റേ ഇവിടുത്തെ V. അങ്ങനെയാണെങ്കിൽ പവറിന്റെ ഇക്വേഷൻ B² L² V² / R. ഇതൊക്കെ ന്യൂമറിക്കലിന് ആവശ്യം വരും, പഠിച്ചോണം. ചെറുതാക്കാം. എവിടെ മുതലാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ മുതൽ കാണിക്കാം. എഴുതാനുള്ള എഴുതിക്കോണം. ഞാൻ അതാ പതുക്കെ
ഒരു ടോപ്പിക് കൂടെ പഠിപ്പിക്കാം. ഓക്കെ, ഇനി നോക്കിയോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ഇതും കൂടെ എഴുതിക്കോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചാർജ് ആൻഡ് ഫ്ലക്സ്. ഇത് വലിയതായിട്ട് ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരു പോർഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ചോദിക്കും, ഓർത്തോണം. നമുക്കറിയാം EMF ഈസ് ഈക്വൽ ടു d∅dt ആണ്. മോഡുലസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം EMF വിത്ത് ഡയറക്ഷൻ പറയുമ്പോൾ നെഗറ്റീവ് d∅dt എന്ന് എടുക്കണം. ലെൻസ് ലോ അതാണ് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ മോഡുലസ് ആണ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നെഗറ്റീവ് എടുക്കുന്നില്ല. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഓംസ് ലോ വെച്ചിട്ട് നമുക്കറിയാം, ബൈ ഓംസ് ലോ V ഈസ് ഈക്വൽ ടു I R നമുക്കറിയാം. ഹിയർ ഈ വിക്ക് പകരം EMF ആണ്, E ആണ്, ഈസ് ഈക്വൽ ടു I ഇൻറ്റു സ്മോൾ r എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഈ ഇക്ക് പകരം ഇത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I ഇൻറ്റു R ഈസ് ഈക്വൽ ടു d∅dt എന്ന് വരും. ശരിയല്ലേ? ആണ്. നമുക്കറിയാം I എന്ന് പറഞ്ഞാൽ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ചാപ്റ്റർ നമ്മൾ പഠിച്ചാണ്. I നെ നമുക്ക് dq/dt എന്ന് എഴുതാൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ dq/dt ഇൻറ്റു R ഈസ് ഈക്വൽ ടു എന്താണ്? d∅dt എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ? dt കട്ട് ചെയ്ത് കളയുന്നു. ക്യൂവും ഫൈവും തെറ്റി പോലെ dq ഇൻറ്റു R ഈസ് ഈക്വൽ ടു d∅ എന്നും, അല്ലെങ്കിൽ എന്താ dq ഈസ് ഈക്വൽ ടു d∅/r എന്നും വരും. ഏതാ ചെറുതാക്കോ? കേട്ടില്ല. ചെറുതാക്കോ? ചെറുതാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത്ര എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയിപ്പം അടുത്ത